മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമെതിരായുമെല്ലാം പ്രതിഷേധം രൂക്ഷമായതോടെ വീണ്ടും കരിങ്കൊടികളും വാർത്താ പ്രാധാന്യം നേടുകയാണ്. യഥാർത്ഥത്തിൽ മാറ്റി നിർത്തേണ്ട ഒന്നല്ല കരിങ്കൊടികൾ. അവയ്ക്ക് ചരിത്രം ഏറെ പറയാനുണ്ട്. പ്രതിഷേധ സൂചകമായി കരിങ്കൊടി കാണിക്കുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് കറുപ്പിന് പ്രതിഷേധത്തിൻ്റെ നിറം ലഭിച്ചു തുടങ്ങിയത്. അക്കാലത്ത് നടന്ന സ്പാനിഷ് പിന്തുടർച്ചാ യുദ്ധത്തിൽ കാറ്റലോണിയൻ സൈന്യം വി ലിവ് ഫ്രീ ഓർ വി ലിവ് ഡൈ എന്നെഴുതിയ കറുത്ത പതാക കൈരേന്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കറുപ്പ് വസ്ത്രങ്ങളും കൊടിയും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ ആരംഭിച്ചത്. ഇന്ത്യയിലും ചരിത്രത്തിൽ ഇടം നേടിയ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. സൈമൺ കമ്മീഷനെതിരെ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ നടന്ന കരിങ്കൊടി പ്രതിഷേധം അവസാനിച്ചത് രൂക്ഷമായ ലാത്തിചാർജിലും അദ്ദേഹത്തിൻ്റെ മരണത്തിലുമാണ്. കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 144, 145 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക. നിയമവിരുദ്ധമായി സംഘം ചേരലാണ് ഈ രണ്ട് വകുപ്പുകളും സൂചിപ്പിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നാൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അതുമല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിച്ചേക്കാം. വഴിയോരത്ത് നിന്ന് കരിങ്കൊടി കാണിക്കുന്നവർക്കാണ് മേൽപ്പറഞ്ഞ ശിക്ഷകൾ ലഭിക്കുക. അതേസമയം വഴി തടഞ്ഞും വാഹനത്തിന് മുൻപിലേക്ക് ചാടിയും കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചാൽ വകുപ്പ് മാറും. ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 341 പ്രകാരമാണ് കേസെടുക്കുക. മറ്റൊരു വ്യക്തിയെ തടഞ്ഞു വെക്കുന്ന കുറ്റമാണ് ഇത്. 1 മാസം വരെ തടവോ 500 രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ IPC 151 കൂടി ചുമത്തിയേക്കാം. പൊതുസമാധാനം സംഘം ചേർന്ന് തടസ്സപ്പെടുത്തിയാൽ ചുമത്തുന്ന കുറ്റമാണിത്. ചരിത്രപരമായി തന്നെ കറുപ്പ് പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ചിഹ്നമാണ്. കറുപ്പ് നിറം മരണവുമായും ദുരന്തവുമായും ചേർത്തുവെച്ച് പാശ്ചാത്യർ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതേസമയം വിപ്ലവത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചിഹ്നമായി കറുത്ത കൊടികൾ ലോകത്ത് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അരാജകവാദികളുടെ വിവിധ സംഘങ്ങൾ കരിങ്കൊടികളെ തങ്ങളുടെ അടയാളമാക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇറ്റലിയിലെ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയുടെ പതാകയുടെ നിറം പോലും കറുപ്പായിരുന്നു. ലോകമഹായുദ്ധങ്ങളിൽ കറുത്ത കൊടി വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സൂചനകളോടെ ഉപയോഗിച്ചു വന്നു. ഹിറ്റ്ലറുടെ കീഴിലുള്ള ഒരു പാരാമിലിറ്ററി വിഭാഗത്തിന്റെ പതാകയുടെ നിറവും കറുപ്പായിരുന്നു. ISIS അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ പലതും കറുപ്പിൽ മുദ്രിതമായ കൊടികൾ ഉപയോഗിക്കുന്നത് വ്യാപകമാണ്. വെളുപ്പിന്റെ വിശുദ്ധ ദ്വന്ദ്വമായി മുൻവിധികളോടെയാണ് കറുപ്പിനെ ചിലപ്പോഴൊക്കെ ലോകം കണ്ടത്. വെളുപ്പ് സാംസ്കാരികോന്നതിയുടെയും ബൗദ്ധികതയുടെയും അറിവിൻ്റെയും സമ്പന്നതയുടെയും നിറമായപ്പോൾ കറുപ്പ് അതിൻ്റെയൊക്കെ മറുപുറമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ സങ്കല്പം സവർണനെന്നും അവർണനെന്നും മനുഷ്യനെ നിറം കൊണ്ട് വേർതിരിച്ചു. ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ ആഴങ്ങളിലൂടുന്ന ജാതിവേരുകളിൽ ഈ നിറവ്യത്യാസം ഗാഢമായി ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ചരിത്രപരമായി കൂടിയാണ് കറുപ്പിനോടുള്ള വിരോധം ഒരാളുടെ അബോധത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കറുപ്പിനെ വെറുപ്പോടെയും ഭയാശങ്കകളോടെയും സമീപിക്കുമ്പോൾ ഈ വരേണ്യബോധം കൂടിയാണ് ഒരു നേതാവ് പങ്കുവയ്ക്കുന്നത്. കരിങ്കൊടി, കോലം കത്തിക്കൽ, പ്രതീകാത്മകമായി ചെരുപ്പുമാല അണിയിക്കൽ, മഷികുടയൽ തുടങ്ങിയവയൊക്കെ താരതമ്യേന ആക്രമണോത്സുകത കുറഞ്ഞ സമാധാനപരമായ പ്രതിഷേധ മാർഗങ്ങളായാണ് കരുതപ്പെടുന്നത്. തിളങ്ങി നിൽക്കുന്ന നേതാക്കളുടെ പ്രതിച്ഛായയ്ക്കുമേൽ വീഴുന്ന കരിനിഴൽ കറുപ്പായിരിക്കും ഇത്തരം പ്രതിഷേധ രൂപങ്ങളുടെ പ്രതീകവൽക്കരിക്കപ്പെടുന്നത്. വെളുപ്പിനുമേൽ പടരുന്ന മാലിന്യത്തെ പ്രതിനിധാനം ചെയ്യും വിധം കറുപ്പ് ഇവിടെ ഒരു രൂപമായി മാറുകയാണ്. വെളുപ്പ് കറുപ്പ് എന്ന ദ്വന്ദ്വത്തിൽ ഊന്നിയാണ് ഈ പ്രതിഷേധവും പ്രതിഷേധത്തോടുള്ള പ്രതികരണവും നിലനിൽക്കുന്നതെന്ന് ചുരുക്കം. എന്താണ് കരിങ്കൊടി കറുപ്പ് പ്രതിഷേധം എന്ന് വന്നാൽ, അഹിംസാത്മകമായ സമരമാർഗം എന്ന നിലയ്ക്കാണ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ പ്രതിഷേധം ഉപയോഗിച്ചിരുന്നത്. ധർണയുടെയോ പിക്കറ്റിങ്ങിൻ്റെയോ ജാഥയുടെയോ അത്ര പോലും വയലൻസ് ഇല്ലാത്ത, പ്രസംഗങ്ങളിലൂടെ എത്ര പോലും രൂക്ഷതയില്ലാത്ത ഒരു സമരരൂപമാണ് ജനപ്രതിനിധിയുടെയോ വ്യക്തിയുടെയോ പാർട്ടിയുടെയോ സമീപനത്തോടുള്ള പ്രതിഷേധം അറിയിക്കാൻ ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം പേരോ ഒരു വ്യക്തി ഒറ്റയ്ക്കോ നടത്തുന്ന പ്രതീകാത്മക പ്രവൃത്തി. ഉയർത്തിക്കാട്ടുന്ന കറുത്ത നിറമുള്ള ഒരു തുണിക്കഷ്ണം പ്രതിഷേധത്തെ പ്രതീകവൽക്കരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കരിങ്കൊടി കാണിക്കുന്നതോ കോലം കത്തിക്കുന്നതോ നിയമപരമായി നിലനിൽക്കുന്ന ഒരു കുറ്റമല്ല. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ കലാപശ്രമം, ക്രമസമാധാന ലംഘനം, ഗതാഗത തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നത്. കരിങ്കൊടി കാണിച്ചു എന്നതുകൊണ്ട് മാത്രം ആരെയും അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിക്കാനോ ആവില്ലെന്ന് ചുരുക്കമാണ്. കറുപ്പ് എന്ന നിറം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന അശുഭചിന്തയിൽ നിന്നോ ഭീതികളിൽ നിന്നോ ചില മുൻവിധികളിൽ നിന്നോ ആയിരിക്കണം കറുപ്പിനോടുള്ള ഭരണകൂടത്തിൻ്റെ ശത്രുത രൂപപ്പെടുന്നത്. രാഷ്ട്രീയ ഭരണരംഗത്ത് മറ്റ് പലതിലും എന്നതുപോലെ കറുപ്പിനോടുള്ള വെറുപ്പിൻ്റെ അടിവേരുകളും ചെന്നെത്തി നിൽക്കുന്നത് ബ്രിട്ടീഷ് ഭരണ സമയത്തു തന്നെയാണ്.
സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രതിഷേധ സൂചകമായി ഇന്ത്യക്കാർ കരിങ്കൊടി ഉയർത്തുന്നത് ബ്രിട്ടീഷുകാരെ ഭ്രാന്തു പിടിപ്പിച്ചിരുന്നു എന്നതിന് ചരിത്രം തെളിവുകൾ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമര നേതാവ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിനിടയാക്കിയ പ്രതിഷേധം അതിലൊന്നാണ്. ഇന്ത്യയിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈമൺ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മിറ്റിയിൽ ഇന്ത്യക്കാരനായ ഒറ്റ അംഗം പോലും ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കമ്മീഷനെ ബഹിഷ്കരിക്കുകയായിരുന്നു അന്ന്. ലാഹോറിൽ സൈമൺ കമ്മീഷൻ നടത്തിയ സന്ദർശനത്തിന് നേരെ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ലാഹോർ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ രൂക്ഷമായ ലാത്തിച്ചാർജ് നടത്തിയിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഇതിനെ നേരിടുകയും ചെയ്തത് അങ്ങനെയാണ്. ലജ്പത് റായിയെ തിരഞ്ഞുപിടിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇന്ന് എനിക്കേറ്റ അടികൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിക്കല്ലായിരിക്കും. പരിക്കേറ്റ് കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ശരീരത്തിലേറ്റ ഗുരുതരമായ പരിക്കുകൾ മൂലം നവംബർ 17 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമായിരുന്നില്ല ഇത്. 1921 നവംബറിൽ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം പ്രിൻസ് എഡ്വേർഡ് എട്ടാമനെ പ്രക്ഷോഭകർ കരിങ്കൊടി കാട്ടുകയുണ്ടായി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സമരങ്ങളെ തുടർന്നായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർക്ക് നേരെ മാത്രമല്ല മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കു നേരെയും കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതിനെ തുടർന്നുണ്ടായ സമര പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1931 കറാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിക്ക് നേരെ പ്രക്ഷോഭകർ കരിങ്കൊടി ഉയർത്തി. ഗാന്ധിസത്തിനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ തനിക്ക് നേരെ നീട്ടിയ കറുത്ത കൊടികൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഗാന്ധി ഇരുകൈയും നീട്ടി ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിൽ കരിങ്കൊടിയെ കുറ്റകൃത്യമാക്കിയത് ബ്രിട്ടീഷുകാർ ആയിരിക്കാമെങ്കിലും ഇന്നത്തെ ബ്രിട്ടനിൽ അതല്ല സ്ഥിതി. ആധുനിക ജനാധിപത്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പരിഷ്കൃതമായ മാർഗമായി വിലയിരുത്തപ്പെടുന്നതിനാൽ ബ്രിട്ടനിൽ കരിങ്കൊടിക്ക് നിരോധനമില്ല. മറ്റു പലതും പോലെ ബ്രിട്ടീഷുകാർ പകർന്നു നൽകിയ യുക്തിരഹിതമായ കരിങ്കൊടി വിരുദ്ധതയാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ഇപ്പോഴും പിന്തുടരുന്നത്. ബ്രിട്ടീഷുകാർ കൈയൊഴിഞ്ഞ വിക്ടോറിയൻ കാലത്തെ കാലഹരണപ്പെട്ട പല നിയമങ്ങളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കരിങ്കൊടിക്കെതിരെയുള്ള നടപടികളും. ശബ്ദം പോലും അനിവാര്യമല്ലാത്ത സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ നിരുപദ്രവ പ്രകടനം നേതാവിനെ ഭയപ്പെടുത്തുകയോ അസഹിഷ്ണുനാക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാകും? ഒരുപക്ഷെ തൻ്റെ തന്നെ വ്യക്തിത്വത്തിന് മേൽ, പൊതുസ്വീകാര്യതയ്ക്ക് മേൽ, പ്രതിച്ഛായയ്ക്ക് മേൽ പടർന്ന കരിനിഴൽ ആ കറുപ്പ് തുണി ശീലയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാകാം അതിന് കാരണം. ഗാന്ധിജിക്കെതിരായി പോലും ഉന്നയിക്കപ്പെട്ട വിയോജിപ്പിന്റെ അഭിപ്രായ വ്യത്യാസത്തിന്റെ കരിങ്കൊടി ചെറുപുഞ്ചിരിയോടെ ഇരുകൈയും നീട്ടി സ്വീകരിക്കപ്പെട്ടെങ്കിൽ ലാലാ ലജ്പത് റായി ഉയർത്തിയ കരിങ്കൊടി അദ്ദേഹത്തിന്റെ ശവക്കച്ചയായി മാറുകയായിരുന്നു. ചരിത്രത്തിൽ ഒരേ പ്രവൃത്തി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നത് വ്യത്യസ്തമാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഗാന്ധിയുടെ സഹിഷ്ണുത നേതാക്കളിൽ ആരും പ്രതീക്ഷിക്കുന്നില്ലാത്തതുകൊണ്ടാണ് കരിങ്കൊടിക്കെതിരെയും നേതാക്കളിൽ നിന്നും ഇത്തരം പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉയർന്നു കാണുന്നത്.